നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് സാരികളാണ് കാണിക്കുന്നത് കേട്ടോ. അതിനകത്ത് 2 സാരി റീസ്റ്റോക്ക് സാരിയാണ്, ബാക്കിയൊക്കെ റീസ്റ്റോക്ക് അല്ല, പുതിയത് മോഡൽ വന്ന് ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത സാരിയാണ്. ഇത് നമ്മുടെ ഫങ്ഷൻ വെയർ സാരി. നമുക്കിപ്പം എവിടെ നോക്കിയാലും വിസ്കോസ് ബനാറസിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിസ്കോസ് ബനാറസി അല്ല, ഒരു ചന്തേരിയുടെ സ്റ്റഫ് വരുന്ന മെറ്റീരിയലും ഈ നീംസറി ബോർഡറും, അതാണ് അതിൻ്റെ പ്രത്യേകത. വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ എത്ര ഭംഗി കിട്ടുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ മേലാത്ത ഭംഗിയാണ്, പ്രത്യേകിച്ച് ഈ ബോർഡറിന്. നിങ്ങൾ ഇങ്ങനത്തെ സാരിയൊക്കെ ഉടുത്ത് അതിൻ്റേതായ ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ട് ഫങ്ഷന് പോയി കഴിഞ്ഞാൽ സൂപ്പർ, അത്ര രീതിക്ക് ഉടുക്കണം. ഇതാണ് സാരി. കാണിക്കുക, മുന്താണി ഇങ്ങനെ വരും. ബോഡി കാണിക്കാം, ഇങ്ങനെ വരും ബോഡി. എന്താ ഇങ്ങനെ, ഇതിൽ ഇങ്ങനെ ഒരു ഒടയൽ പോലെ ഉള്ളതാണ് കേട്ടോ, അതൊരു സ്റ്റൈല് പോലെ. അതിനകത്തൊരു വൃത്തികേട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു മെറ്റീരിയലിൻ്റെ, അങ്ങനെ ചന്തേരിയുടെ കൈൻഡ് ഓഫ് ചന്തേരി മെറ്റീരിയലാണ്. ഇങ്ങനെ വരും മുന്താണി. ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത്, കണ്ടോ. ബ്ലൗസിൽ ഈ ഒരു ബോർഡറും കൂടെ വെച്ച്, ബ്ലൗസാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആ ബ്ലൗസും അതിൻ്റെ ബോർഡറും എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിൽവർ വീവിങ് ഒക്കെ അങ്ങോട്ട് വന്നിട്ട് ഈ നീംസറി എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനെ പറഞ്ഞറിയിക്കത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടോ. നല്ല രസമായിട്ടുള്ള സാരി. മുന്താണി വന്നിട്ട് ഇങ്ങനെ, മുന്താണിയുടെ അറ്റത്താണ് എന്താ ബ്ലൗസ് നിൽക്കുന്നത്. ബ്ലൗസ് ഇത് കനമൊന്നുമില്ല, സോഫ്റ്റാണ്, എന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടുമാണ്. എന്നുവെച്ചാൽ ഊർന്ന് പോകത്തുമില്ല. ഒരുമാതിരി പടുപടാതെ ഈ സെമി സിൽക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ നിൽക്കില്ല, ഒരു ചൂട് നമ്മളുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിക്ക് അങ്ങനത്തെ ഒന്നുമല്ല. നല്ല സോഫ്റ്റുമാണ്, നല്ല സുഖമാണ്, മാനേജ് ചെയ്ത് കൊണ്ടു കിടക്കാനും നല്ല സുഖമാണ്. അത് 2200 രൂപ. ഇനി കാണിക്കുന്ന 2 സാരി, ഇതിൻ്റെ ഒരു സാരി റീസ്റ്റോക്ക് കൊണ്ടുവന്നു. ഇത് അതുപോലെ എൻക്വയറി വന്നു, അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോയത് കൊണ്ടും അതുപോലെ എൻക്വയറി വന്നതുകൊണ്ടും റീസ്റ്റോക്ക് വന്ന സാരി. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്, കഴിഞ്ഞ വലിയ ദിവസങ്ങളായിട്ടില്ല ഇത് കാണിച്ചിട്ട്. ഇങ്ങനെ വൈറ്റിൽ ഈ ഒരു ഡാർക്ക് മെറൂൺ വരുന്ന സാരി ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കാം എന്തായാലും, പഴയ വീഡിയോയ്ക്കകത്തുണ്ട് ഇത് കണ്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ഇപ്പോൾ വൈറ്റിനും ക്രീമിനും ഭയങ്കര ഡിമാൻഡാണ്. കാരണം അത് ഉടുത്ത് നമ്മളിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പം ഭയങ്കര ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, വൈറ്റല്ലേ എന്നോർത്ത് അത് പോവില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മറ്റെന്തെങ്കിലും ഉപയോഗത്തിന് നമുക്ക് ആക്കി മാറ്റാൻ പറ്റുന്നവർക്ക് അതാക്കുകയും ചെയ്യാം. സ്ഥിരം പറയുന്ന പോലെ വല്ല പട്ടുപാവാടയോ അല്ലെങ്കിൽ സ്കേർട്ടോ അല്ലെങ്കിൽ ചുരിദാറോ, ഈ ബനാറസിയിലൊക്കെ ചുരിദാറൊക്കെ ഇടുമല്ലോ, ചുരിദാർ സെറ്റ് അങ്ങനെയൊക്കെ ആക്കി മാറ്റാം. പക്ഷേ സാരിയായിട്ട് ഉടുക്കുന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഭംഗി. മുന്താണി ഇങ്ങനെ കണ്ടോ, നല്ലല്ലേ, അടിപൊളി. ഇനി ബ്ലൗസും കൂടെ കാണിക്കാം. അന്ന് കണ്ടിട്ടില്ലാത്തവർ, കണ്ട് ബോറടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കണ്ടവർ. ഇത് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചുള്ളൂ. ഇത് പ്ലെയിൻ ബ്ലൗസാണ്, ഈ ഒരു മെറൂൺ ബ്ലൗസ്, എന്നിട്ട് അറ്റത്ത് ഈ ഒരു ബോർഡർ വരും, കണ്ടോ. ഇത് ഡാർക്ക് മെറൂൺ, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മെറൂൺ. 3690 രൂപ, 3690 എൻ്റെ വില. അത് ആ നീംസറിക്ക് വില കൂടുതൽ വരും പിന്നെ ചിലതിൻ്റെ സ്റ്റഫും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ തന്നെ എത്ര റേറ്റ്, 10,000-ന് മുകളിലോട്ടുള്ള റേറ്റിലുള്ളത് ഇറങ്ങുന്നുണ്ട്. ഏതാ ബനാറസി ബോർഡറുമായിട്ട്. ഇത് ഗ്രേ കളറ്. ഇതിനകത്ത് ഈ മോഡൽ നമുക്ക് കുറേ എണ്ണം അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ പർട്ടിക്കുലർ ഒരു ഡിസൈൻ, ഈ കളറും നേരത്തെ ഒന്ന് കാണിച്ചത്, അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു. അപ്പോൾ ഇത് റീസ്റ്റോക്ക് വന്നപ്പോൾ അത്രയും പേരെ നമുക്ക് തപ്പിപ്പിടിക്കാൻ പാടായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. ആഷ് കളറും ഇവിടെ ബോർഡറിൽ നല്ല ഡാർക്ക് പിങ്ക് കളറും. അപ്പം ബ്ലൗസ് ഇതുണ്ടോ, ഈ ഒരു ഡാർക്ക് പിങ്ക് ബ്ലൗസും വരും. അപ്പം നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഡാർക്ക് പിങ്ക് ബ്ലൗസിന് കിട്ടുന്ന ആ ഒരു ഭയങ്കരമായിട്ട് ഇവിടെ നല്ല ഡാർക്ക്,
ഇവിടെയോട്ട് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്, നല്ല ലൈറ്റായിട്ടുള്ള ആഷ് കളറ്. ടൈത്തേ കൂടെ ചെറിയ ഗോൾഡൻ്റെ ഇത് പോയിട്ടുണ്ട്. അത് പക്ഷേ ഒട്ടും എടുത്ത് നിൽക്കുന്നത്, അതൊരു ഭയങ്കര ഭംഗിയാണ് സാരിക്ക്. ആ പാർട്ടി ടച്ച് തരുന്ന ഭയങ്കര ഭംഗി. ഇങ്ങനെ വരും ബ്ലൗസ്. മുന്താണി ഇത്. ഇതെല്ലാം വീവിങ് കേട്ടോ, വീവ് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ സൈഡ് ബ്ലൗസ്, ഈ സൈഡ് മുന്താണി. കണ്ടോ? രൂപ അല്ലേ? ഇനി നമ്മുടെ സാധാരണ സാരി, നമ്മുടെ ചുമ്മാതെ ഉടുക്കുന്ന സാരി. ചെക്ക് ഡിസൈൻ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒന്നുപോലും ഇല്ലാതെ തൂത്തുവാരി തീർന്നത് കൊണ്ട് ഈ ചെക്ക് ഡിസൈൻ ഒത്തിരി പേര് ചോദിക്കുന്നുമുണ്ട്. പിന്നെയും ചെക്ക് ഡിസൈനെ പറ്റി എന്നും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനൊക്കെ സാരി ഉടുക്കാനൊക്കെ ഈ +2 അല്ലെങ്കിൽ ഡിഗ്രിയിലേക്കൊക്കെ കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അന്നൊക്കെ ഫാഷനായിരുന്നു വലിയ ചെക്കുള്ള സാരികൾ, ബ്ലാക്കേൽ വലിയ ചെക്ക് അങ്ങനെയൊക്കെയുള്ള ഞാനൊക്കെ ഉടുത്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ചുമ്മാ ഒരു രസം. സാരി എന്ന് പറയുമ്പോഴേ എനിക്ക് പാടാം. കണ്ടോ? ഇത് നല്ല ഡാർക്ക് മെറൂണ്. എന്നിട്ട് അതിൽ ഈ കളറ്, ഈ ഒരു ചന്ദന കളറാണോ ബേജ് കളറാണോ അങ്ങനത്തെ ഒരു കളറിൻ്റെ ചെക്കാണ് പോയിരിക്കുന്നത്. ചെക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ബോർഡർ ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെ ചെക്കാണ്. ബോഡി മുന്താണിയായിട്ട് വരുന്ന ഇങ്ങനൊരു കളറ് കണ്ടോ? വെറുതെ ഒരു കളർ മാറ്റം മാത്രം മുന്താണിയായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെക്കുണ്ട്. ബ്ലൗസ് ഇത് തന്നെ ബ്ലൗസായിട്ട് വരും. അപ്പോൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക എങ്ങനെ ഇരിക്കുമെന്ന്. ഡെയിലി യൂസിന് പറ്റുന്ന സാരിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. ഒരു ചെറിയ സിൽക്കി ടച്ചൊക്കെ ഉണ്ട്, ഒരു സെമി സിൽക്ക് എന്ന് പറയാം. പക്ഷേ ഒട്ടും കനമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ആവശ്യത്തിനുള്ള കനങ്ങളും കാര്യങ്ങളും ഉള്ളൂ. വെയിറ്റ് ഒന്നുമില്ല, വെയ്റ്റ്ലെസ്സാണ്. ഇത് കണ്ടോ? ഇതിൻ്റെ കനം ഇത്രയും. ഇങ്ങനൊരു സാരി, മുന്താണി ഇങ്ങനെ വെറുതെ, ബ്ലൗസ് എന്നിട്ട് ഇത് തന്നെ വരും. നല്ലതല്ലേ? അപ്പോൾ വില പറയണോ? അറിയാവോ? 620 എനിക്ക് തോന്നുന്നത്. വിലയാണോ എന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ആ ചെക്കായതുകൊണ്ട് അതിന് ഭയങ്കര ഒരു ഭംഗിയാണ്, ഒരു വെറൈറ്റി ടച്ച്. ഡെയിലി ഉടുക്കുമ്പോഴേ അങ്ങനത്തെ ഒരു സ്റ്റഡൊക്കെ ഇട്ട് കഴിയുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എന്നാ ബോട്ടിൽ ഗ്രീൻ. ഇത് ബോട്ടിൽ ഗ്രീൻ. ബോർഡർ എല്ലാത്തിനും ഇങ്ങനെ തന്നെ. ഇവിടുത്തെ ബോഡിയിലെ കളർ മാത്രമേ മാറുന്നുള്ളൂ. അതിൽ ഈ ഒരു ചെക്ക്. ബോട്ടിൽ ഗ്രീൻ. ഇനി നേവി ബ്ലൂ. ഈ ഭയങ്കര സിന്തറ്റിക് ഫീൽ തരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ. ഒരു ചന്തേരിയുടെ ഒരു ഫീൽ തരുന്ന ഒരു മെറ്റീരിയലാണ്. എന്നാൽ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേവി ബ്ലൂ. ഇത് തന്നെ ബ്ലൗസും ഇത് തന്നെ. വാടാമുല്ല ഷെയ്ഡ്. ഉപയോഗിക്കാനും ഉടുത്ത് വെക്കാനും ഒക്കെ നല്ല എളുപ്പം. നമുക്ക് ഇത്ര പിടിക്കുമ്പോൾ അറിയാം, ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കണ്ടോ? ഒരു ചക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ചുമ്മാ ഇതിനെ തീരെ സിമ്പിളായി പോകുന്നു തോന്നുവാണെങ്കിൽ ഒരു പേളുമാലയൊക്കെ ഇട്ടാൽ മതി. പേളുമാല ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം, ഞാനൊരു ചൂട് വിരോധിയും ഭയങ്കര പ്രശ്നമുള്ള ആളും. എനിക്ക് ചൂടെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല, എവിടാണെന്ന് പറയുന്നത്. അതിന് അപ്പം ചൂടിന് അകറ്റി നിർത്താൻ പറ്റുന്ന സാരികളാണ് ഇപ്പോൾ കാണിക്കുന്ന മുഴുവൻ. ഇതും അതെ. ഇതിൻ്റെ വില എത്ര? ഒരു സെമി കോട്ടൺ ലിനൻ്റെ കോട്ടൺ ലിനൻ നമ്മൾ മുമ്പേ കാണിച്ചതിൻ്റെ അത്രയുള്ള ഒരു മെറ്റീരിയൽ അല്ല, പക്ഷേ ഒരു ലിനൻ്റെ സ്റ്റഫ് പോലത്തെ കോട്ടനും കൂടെ മിക്സ് അതിൽ കയറി നൂല് കയറിയിരിക്കുന്നു. എന്നിട്ട് അതിൽ കൂടെ ഇത് കണ്ടോ, ഇങ്ങനെ ഈ കാന്താവർക്ക് പോലെ ചെയ്തിരിക്കുക ത്രെഡ്. നമ്മൾ ഈ ശരിക്കും പറയല്ലേ ബുജ്ജി സാരികൾ എന്നൊക്കെ പറയല്ലേ, ടീച്ചേഴ്സും ഡോക്ടേഴ്സും പ്രൊഫസർമാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനത്തെ സാരി ഉപയോഗിച്ചിരിക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്ക് നല്ല ഇതാണ്. ഇങ്ങനെ മുന്താണി വരുന്ന ഇത് കണ്ടോ, ആ ഒരു
ടാസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട്, ഇത് വെറും പ്രിൻ്റ് അല്ല, കാന്താവർക്ക് പോലെ തന്നെ ഇറ്റക്കൂടി ഇങ്ങനെ ത്രെഡ് പോയിരിക്കുക. നല്ലൊരു ടച്ചുണ്ട്, ഒരു കുഞ്ഞിക്ക ഗോൾഡൻ സെറി. ഇനി ബ്ലൗസ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടോ, അതിൽ ആ ബ്ലൗസേലും ഉണ്ട്. കൈയുടെ പ്രശ്നമേ ഭയങ്കര ഇത് കണ്ടോ, ബ്ലൗസ് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ സെറിയൊക്കെ കാണാമോ? ബ്ലൗസ് അങ്ങനെ ആഷ് കളറ്. ഇതിൻ്റെ 6 കളറുണ്ട്. ഇഷ്ടപ്പെട്ട കളർ ആദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തൊട്ട് ഇഷ്ടപ്പെട്ട കളർ, അതായത് രണ്ടാമത് ഇഷ്ടപ്പെട്ട കളർ വീണ്ടും ചോദിച്ചാൽ മതി, അങ്ങനെ കിട്ടുള്ളൂ. ഇത് നല്ല സുഖമാട്ടോ കാലാവസ്ഥയ്ക്ക്, അതായത് ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ സാരി. ഇത് വന്നിട്ട് ലാവണ്ടർ ആൻഡ് വൈറ്റ് ബ്ലൗസ്. ഇത് ഉണ്ടോ, ബ്ലൗസ് ഇങ്ങനെ വരും, ആ ഒരു കുഞ്ഞു ഗോൾഡൻ സെറിയൊക്കെ ആയിട്ട്. ബോഡി ഇങ്ങനെ നല്ല ശരീരത്തോട് പറ്റിക്കിടക്കുന്ന ഇതാണ് കേട്ടോ. മുന്താണി ഇങ്ങനെ സിമ്പിൾ സാരിയാണ് നമുക്ക്, പക്ഷെ നല്ലൊരു ലുക്കായി. നമ്മൾ പണ്ടൊക്കെ കോട്ട വില നോക്കിയിട്ടിട്ടാൽ മതി. പണ്ട് കാലത്തൊക്കെ ഈ കോട്ടാ സാരി ഇല്ലേ, കോട്ടൺ സാരി അല്ല, കോട്ടാ സാരി ഇപ്പോഴും ഉണ്ട്, പണ്ട് കാലത്തെന്ന് പറയണ്ട. ഒരു കാലത്ത് ഈ കോട്ടാ സാരി ഉടുക്കുന്ന ഭയങ്കര ഒരു ഗമയായിരുന്നു. ആ ഒരു കാലത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, ഭയങ്കര കോട്ടാ സാരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞ പോലെ ഒരു ലുക്കുള്ള ഒരു സാരിയാണ്. കണ്ടാൽ ഒരു ഭയങ്കര സിമ്പിളാണ്, ഒരു ഒട്ടും ഒരു എന്നാ പറയുന്നത്, എല്ലാം പേസ്റ്റൽ ചാർട്ടാ കളറുകളെ, ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറുകളല്ല. പക്ഷെ ആ ഒരു പേസ്റ്റൽ ചാർട്ട് കളറുകൾക്കാണ് അതിൻ്റെ ഒരു ബൂട്ടി. ലൈറ്റ് ഷെയ്ഡിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലേ. യെല്ലോ, മസ്റ്റാർഡ് എന്ന് പറയാം. ഇത് ബ്ലൗസ്. കട്ട് ചെയ്തേ. ഒരു മസ്റ്റാർഡ് യെല്ലോടെ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇങ്ങനെ ആ കാന്തയല്ല ത്രെഡ് പോന്നു ഇങ്ങനെ. അതിൽ ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ ഒരു കുഞ്ഞി ഗ്ലേസിങ് ഒക്കെ ഉണ്ട്, അതൊരു രസമാണ്. ഇത് മുന്താണി, ബ്ലൗസ് വന്നിട്ട് ഇത്. ഇതല്ലേ ആദ്യം കാണിച്ചത്? ആദ്യം കാണിച്ച കളർ ഏതായിരുന്നു? ഇത് ഒന്നാണോ? അയ്യോ, ഇതിൻ്റെ കളർ പറയാൻ എനിക്കറിയത്തില്ല. ഇതെന്നാ കളറാ? വെള്ളത്തിൻ്റെ കളറോ? കണ്ടോ, എന്തോ ഒരു ബീജ് കളർ അല്ലേ, ബീജ് കളറിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ഇങ്ങനൊരു ഗോൾഡൻ സെറി ഉണ്ട്. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, അത്രേ ഉള്ളൂ. നല്ല കളറാണ് പറയുമ്പോൾ, പക്ഷെ പറയാൻ അറിയത്തില്ല കളറ്. എന്നുവെച്ചാൽ ആ കളറിനൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു വെറൈറ്റി ലുക്ക്. ആ കളറൊക്കെ ഇട്ടിട്ട് ഇച്ചിരി നല്ല കളറുള്ള, അതായത് ഇടിവെട്ട് കളറുള്ള ഒരു മുത്തുമാലയൊക്കെ ഇട്ടാൽ മതി. അത് ഭയങ്കര ഇറുകിയല്ലേ, വെള്ളയോ അങ്ങനത്തെ നല്ല എടുത്ത് നിൽക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. പിസ്ത ഗ്രീൻ, ഈ പിസ്ത ഗ്രീനൊക്കെ വേഗം പോവും. പിസ്ത ഗ്രീന്, പീച്ച്, ലാവണ്ടർ ഒക്കെ വേഗം പോവും. മുന്താണി കണ്ടോ, ഒന്നുമില്ല. ബ്ലൗസ് കാണിക്കാൻ, അത് തന്നെ ബ്ലൗസ് മുമ്പേ കാണിച്ചു തന്നെ, കളർ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ. ലെമൺ യെല്ലോ ആണോ ലെമൺ ഗ്രീൻ ആണോ, അതിൻ്റെ ഒരു ഷെയ്ഡ്, അങ്ങനെ പറയാനേ പറ്റൂ. അത് തന്നെയെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ഷെയ്ഡ്. ലെമൺ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ചെറുപയറിൻ്റെ കളറ് പറയുമോ? ഇല്ല, നിങ്ങളുടെ നാട്ടിലെ ഒന്നും ചെറുപയർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഈ കളറിലല്ലേ, ചുമന്ന. അതിന് ചെറുപയർ എന്നല്ല പറയുന്നത്, വൻപയർ. മുന്താണി ഇത് വരും. ബ്ലൗസ് കണ്ടോ, നല്ല സാരികളാണ് ഇത്. ഞാൻ അത്രയ്ക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇത് ശരീരത്തിൽ ഇട്ട് എടുക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു ഫീല് കിട്ടും. നല്ല സുഖമാണ്, നമ്മൾ കോട്ടൺ എടുക്കുന്ന പോലെ തന്നെ. എന്നാൽ സ്റ്റാർച്ച് ഒന്നും മുക്കേണ്ട ഒരു കാര്യമില്ല. കോട്ടൺ തന്നെ
അതിൻ്റെ അകത്ത് ഒരു ലിനൻ്റെ ഒരു മിക്സും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റാർച്ച് ഒന്നും മുക്കണ്ട, അതിൽ കൂടെ ആ ഒരു ത്രെഡ് പോയേക്കുന്നുണ്ട് അത്ര പശയില്ലാത്തൊരു ഫീലൊട്ട് കിട്ടുന്നുമില്ല. പിന്നെ ഒരു ബുജി സാരി, ഒരു സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാരി കളറുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഒരു പേസ്റ്റൽ ചാർട്ടെല്ലാം കൂടെ വരുന്നത് അങ്ങനത്തെ സാരി. പ്ലെയിൻ സാരി വിത്ത് ബ്ലൗസ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടേ അത് ഫുള്ള് തീർന്നു പോയില്ല. 2 കളറും കണ്ട് 2 or 3 എണ്ണം സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്ന് കാണിക്കാത്ത കുറച്ച്, അന്ന് 20 എണ്ണോ 22 എണ്ണോ കാണിച്ച്, പിന്നെ വേറൊരു 22 എണ്ണത്തെ മാറ്റി വെച്ചിട്ടാണ് ഈ 22 എണ്ണം കാണിച്ചത്. നമുക്ക് സെയിൽ ചെയ്യാനും അയക്കാനും ഒക്കെ ഉള്ള എളുപ്പം വെച്ചിട്ട് അടുത്ത 22 റെഡിയാണ്, അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് പ്ലെയിൻ സാരി ചോദിക്കുന്നുണ്ട്, ഉള്ളതിൻ്റെ ഫോട്ടോ ഇട്ട് തരാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുക്കുക. ഈ 22 എണ്ണത്തിൻ്റെ ഫോട്ടോ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് അടുത്ത ദിവസം പ്ലെയിൻ സാരിയുടെ ഫോട്ടോ ഇടാം, അല്ല ഫോട്ടോ അല്ല വീഡിയോ ഇടാം. പിന്നെ ഇത് എന്നാ സ്കിൻ ഫിറ്റ് ബ്ലൗസിൻ്റെ ഒത്തിരി കളറുകൾ വന്നിട്ടുണ്ട്. നേരത്തെ ഒത്തിരി പേര് ചോദിച്ചിട്ട് പലർക്കും കിട്ടാതെ പോയ കളറുകൾ, കിട്ടാതെ നിരാശപ്പെട്ട് വേറെ കളർ എടുത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ കളറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടുത്ത ദിവസത്തെ വീഡിയോകളിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും എന്താ പറയുന്നത്, പർച്ചേസ് ചെയ്യുന്നതിനും എല്ലാം നന്ദി. വീണ്ടും പർച്ചേസ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക, വീണ്ടും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, നല്ല കമൻ്റ് ഇടുക. ഇപ്പോഴാണ് കാണിക്കുന്നത്, അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ കാണിച്ച സാരിയില്ലേ, ആ സാരിയുടെ പടം. ഇതിനകത്ത് കണ്ട ആ സാരിയാ അല്ല, ഇച്ചിരി ഒരു പടുപടുപ്പ് തോന്നും, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ്. ഇതുണ്ട്, ഭയങ്കരമായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.